അറിവിന്റെ പൊന്നോണം ഇത്തവണ CC+നൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC+ വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9496949929. ഹായ് ഓൾ, വെൽക്കം ടു CC+. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ ആഘോഷിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം അല്ലേ? ടൂറൊക്കെ പോകണം, അടിച്ചു പൊളിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഓണം ആഘോഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നമുക്കറിയാം ഓണം കഴിഞ്ഞ് എന്താണ്, വീണ്ടും സ്കൂൾ തുറക്കും അല്ലേ? അപ്പം നമ്മൾ വീണ്ടും പഠിത്തത്തിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാനായിട്ടുള്ളൊരു മെയിൻ ടോപ്പിക് ഉണ്ട്, അതായത് കെമിക്കൽ നെയിംസ് എഴുതാനായിട്ട്. അപ്പോൾ അത് പലരെയും സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പോർഷനാണ് കെമിസ്ട്രിയിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ പലതിൻ്റെയും കെമിക്കൽ നെയിം അറിയാം അല്ലേ? എക്സാമ്പിളായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പുണ്ട് അല്ലേ? ഇപ്പോൾ ചോറിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കറിക്കൊക്കെ ആണെങ്കിലും ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ആ ഉപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അതിൻ്റെ കെമിക്കൽ നെയിം സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. എന്താണ്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ഈ ഒരു നെയിം എങ്ങനെയാണ് വന്നത്? ഇനി നമ്മൾ എന്താണ്, കുറേ പേരെ സംബന്ധിച്ച് അല്ലേ, കുറച്ച് പ്രായമൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ഉപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. പകരം ഏത് ഉപ്പ് ഉപയോഗിക്കാറുണ്ട്? അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇന്ദുപ്പ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ആ ഇന്ദുപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയും. എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, അതായത് KCl എന്ന് പറയും. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കറിയുപ്പാണ് അല്ലേ? ഇനി പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? KCl ആണ്. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വാട്ടർ അറിയാം അല്ലേ? ജലത്തിന്റെ കെമിക്കൽ നെയിം നമുക്കറിയാം. വാട്ടർ എന്നുള്ളത് എന്താണ്? H2O ആണ് അല്ലേ? അതായത് ഹൈഡ്രജന്റെ ഓക്സൈഡ് ആണ് എന്തെന്ന് പറയുക? വാട്ടർ എന്ന് പറയുക. അപ്പൊ വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണ്? H2O എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ NaCl എന്ന് എഴുതി, KCl എന്ന് എഴുതി, H2O എന്ന് എഴുതി. അപ്പൊ നമ്മൾ വെറുതെ പറയുമ്പോൾ വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താണ്, കെമിക്കൽ നെയിം വന്നപ്പം ഇതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കെമിക്കൽ നെയിം എഴുതേണ്ടത് എന്നുള്ള കാര്യം, അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആരും ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇനിയൊരു കൺഫ്യൂഷൻ വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട്? സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അതേ ഒരു ടേബിൾ ആണ്. അതിൽ ആദ്യം എന്താ തന്നിരിക്കുന്നത്? സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് ഉണ്ട്, മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, HF എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്, CCl4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയും. എന്താണ്? കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ട്. ഇനി ബെറീലിയം ഫ്ലൂറൈഡ് ഉണ്ട്, H2O ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇതാണ് സംയുക്തത്തിന്റെ കെമിക്കൽ നെയിം. ഇതെങ്ങനെയാണ് എഴുതിയത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സോഡിയം ക്ലോറൈഡ് എടുക്കുവാണ് കേട്ടോ. സോഡിയം ക്ലോറൈഡ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ എന്തൊക്കെയുണ്ട്, അതിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡിന്റെ കമ്പോണൻസ് പേരിൽ തന്നെയുണ്ട്. ഏതൊക്കെയാണ്? ഒരെണ്ണം എന്ന് പറയുന്നത് സോഡിയം, ഒരെണ്ണം എന്താണ്? ക്ലോറിൻ ആണ് അല്ലേ? അപ്പൊ സോഡിയവും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ഇനി നമുക്കിതിന്റെ ആറ്റോമിക നമ്പർ അറിയണം. ആറ്റോമിക നമ്പർ എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ക്ലോറിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 17 ആണ്. അപ്പൊ സോഡിയത്തിന്റെ 11ഉം ക്ലോറിന്റെ 17ഉം ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഇലക്ട്രോൺ വിന്യാസം അല്ലേ? നമ്മൾ KLMN ഷെല്ലില് എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത്, ആ ഇലക്ട്രോണിന്റെ നമ്പർ ആണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? ഇലക്ട്രോൺ വിന്യാസമായിട്ട് എഴുതുന്നത് അല്ലേ? അതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നോക്കുക, എങ്ങനെ എഴുതുക? സോഡിയം ആവുമ്പോൾ 2, 8, 1 എന്ന് എഴുതും. ഇനി ക്ലോറിൻ ആണെങ്കിലോ? ക്ലോറിൻ ആണെങ്കിൽ
2, 8, 7 എന്ന് എഴുതും. ഇനി നോക്കുക, ഇനി അടുത്തൊരു കോളം കണ്ടോ, അതെന്താണ്? ഓരോ ആറ്റവും കൈമാറ്റം ചെയ്യുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. എപ്പോൾ കൈമാറ്റം ചെയ്യുന്നതാ? എപ്പോഴാണ് കൈമാറ്റം ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലേ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം, 2 ആറ്റങ്ങൾ കൂടി ചേർന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നെങ്കിൽ കൈമാറ്റം ചെയ്യുക. കൈമാറ്റം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കാം. അങ്ങനെ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യാം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കോവാലന്റ് ബോണ്ടിങ്ങിൽ പഠിച്ചതാണ് അല്ലേ? എന്ത് ചെയ്യും? അവർ ഇലക്ട്രോണെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സോഡിയം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് അല്ലേ ഉള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളപ്പോൾ സോഡിയം എന്ത് ചെയ്യും? 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. എത്രയാണ്? 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. ക്ലോറിൻ ആണെങ്കിലോ, ക്ലോറിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ക്ലോറിൻ 7 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുവോ? ഇല്ല. എന്ത് ചെയ്യും? ക്ലോറിൻ 1 ഇലക്ട്രോണേയും കൂടെ സ്വീകരിച്ചിട്ട് സ്റ്റെബിലിറ്റി കൈവരിക്കും. എപ്പോഴാണ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ വരുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിൻ ഇവിടെ സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോണേയും കൂടെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ഇവിടെയും 8 ഇലക്ട്രോൺ ആയി. അങ്ങനെ അവർ 2 പേരും സ്റ്റെബിലിറ്റി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ സോഡിയം ആണെങ്കിൽ വിട്ടുകൊടുത്ത ഇലക്ട്രോണിന്റെ എണ്ണം, ഇനി ക്ലോറിൻ ആണെങ്കിൽ സ്വീകരിച്ച ഇലക്ട്രോണിന്റെ എണ്ണം രണ്ടും എത്രയാണ്? 1 ആണ്. ഇനി ഇതിന്റെ സംയോജകത, ഇനി നമ്മൾ പഠിക്കുന്നതാണ് സംയോജകത എന്നുള്ളൊരു ടേം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ 2 ടേമുകൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഏതാണ്? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. എന്താണ്? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് നിങ്ങൾ പറയും? 1 ആണെന്ന് പറയും അല്ലേ? അതിന് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം എന്താണ്? വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തിനാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ സോഡിയത്തിന്റെ കേസിൽ 1 ആണ്. ഇനി ക്ലോറിന്റെ കേസിലാവുമ്പോൾ എത്രയാണ്? 7 ആണ് അല്ലേ? ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ അത് എത്രയാണെന്ന് വന്നു? 7 ആണെന്ന് വന്നു. ഇനി വാലൻസി, വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയും. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇതെന്താണ്? വാലൻസി ആണ്, മറ്റേത് വാലൻസ് ഇലക്ട്രോണും ആണ്. അപ്പോൾ വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പങ്കുവെക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ രണ്ടിന്റെയും സംയോജകത എന്ന് പറയുന്നത് സോഡിയത്തിനെ സംബന്ധിച്ച് എത്രയായിരിക്കും? 1 ആയിരിക്കും. 1 ഇലക്ട്രോണെയാണ് അല്ലെ വിട്ടുകൊടുത്തത്. അപ്പൊ ക്ലോറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എത്രയായിരിക്കും? ക്ലോറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും 1 ആയിരിക്കും 1 ഇലക്ട്രോണെ സ്വീകരിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കെമിക്കൽ നെയിംസ് എഴുതാനായിട്ട് ഈ വാലൻസി അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാ കെമിക്കൽ നെയിം എഴുതുന്നതെന്ന് നോക്കുക. നമ്മൾ എന്ത് പറഞ്ഞു? സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുകയാണ് അല്ലേ? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടു സോഡിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് ഈ മൂളിൽ കൊടുക്കുകയാണ്, ക്ലോറിന്റെ വാലൻസി എന്ന് പറയുന്നതും മൂളിൽ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇനി ഈ വാലൻസികൾ തമ്മിൽ ക്രോസ് ചെയ്യും. അതായത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും. അപ്പൊ ഇവിടെ എന്ത് വന്നു? സോഡിയത്തിന്റെയും ക്ലോറിനും ഇവിടെ എഴുതി, ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യും. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ വീണ്ടും 1 വന്നു, ഇവിടെ വീണ്ടും 1 വന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ വാലൻസി താഴേക്ക് എടുത്ത് എഴുതും. എങ്ങോട്ട് എഴുതും? താഴേക്ക് എഴുതും. അപ്പൊ എത്ര വരും? Na1Cl1 എന്ന് വരും. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ റൂൾ അനുസരിച്ച് 1 വരുവാണെങ്കിൽ നമ്മൾ ഇതിവിടെ എഴുതാറില്ല. ആ ഒരു നമ്പർ അവിടെ എഴുതാറില്ല. 2 തൊട്ടിട്ടുള്ളതേ എഴുതാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? NaCl എന്ന് എഴുതി. കണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് ഈ കെമിക്കൽ നെയിം കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കുക, വാലൻസി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുക? ഇതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുക. അപ്പൊ നമുക്ക് വേറെ എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ട് തന്നിരിക്കുന്നത് MgO ആണ്. MgO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ് അല്ലെ? മഗ്നീഷ്യം ഓക്സൈഡിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്?
മഗ്നീഷ്യവും ഉണ്ട്, അതുപോലെ ഓക്സിജനും ഉണ്ട്. ഇനിയുള്ളത് ബാക്കി നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എത്രയാണ്? 12 ആണ് അല്ലേ. ഓക്സിജന്റെ ആണെങ്കിൽ എത്രയാണ്? 8 ആണ്. ഇനി നോക്കുക, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 8 2. മഗ്നീഷ്യത്തിന്റെ ആവുമ്പം 2 8 2 എന്ന് എഴുതി. ഓക്സിജന്റെ ആവുമ്പോൾ 2 6 അല്ലെങ്കിൽ എന്താണ് 2 6 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ എഴുതുന്നത്? ഓരോ ആറ്റവും കൈമാറ്റം ചെയ്യപ്പെടുകയോ പങ്കുവയ്ക്കപ്പെടുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ മഗ്നീഷ്യത്തിന്റെ കേസ് നമുക്കറിയാം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നോർമലി ആ 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടത്തെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി അതേ സമയത്ത് ഓക്സിജന്റെ ആവുമ്പോഴോ, ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 6 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഓക്സിജൻ ഈ 2 ഇലക്ട്രോണെ സ്വീകരിക്കും. അപ്പൊ ഇവിടെയോ, ഇവിടെ സ്വീകരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതിനല്ലേ നമ്മൾ വാലൻസി എന്ന് പറയുന്നത്? ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 എന്ന് വന്നു. ഓക്സിജന്റെ വാലൻസിയും എത്ര തന്നെ വന്നു? 2 എന്ന് വന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ നെയിം എഴുതുന്നതെന്നാണ് നോക്കുന്നത്. മഗ്നീഷ്യവും ഓക്സിജനും കൂടെ ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നതിന്റെ കെമിക്കൽ നെയിം എങ്ങനെ എഴുതും? നോക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാലൻസി എഴുതി അല്ലേ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ വാലൻസി 2 എന്ന് എഴുതി. ഓക്സിജന്റെ വാലൻസി എത്ര എഴുതി? 2 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വാലൻസികൾ തമ്മിൽ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെയും സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? Mg2 ഇവിടെ എന്താണ്? O2 എന്ന് എഴുതി. ഇനി ഈ വാലൻസികൾ എന്ത് ചെയ്യും? താഴേക്ക് എഴുതൂ അല്ലെ. താഴേക്ക് എഴുതുമ്പോൾ Mg2O2 എന്ന് എഴുതി. ഇനി നോക്കുക, ഇവിടെ രണ്ടിടത്തും 2 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും ചെറുത് എഴുതിയാൽ മതി. അപ്പൊ നമുക്കിതിനെ ഏതും കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും? 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രന്ന് കിട്ടി? ഇവിടെ Mg1 എന്നും കിട്ടി, O1 എന്നും കിട്ടി. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 1 ആണ് വന്നതെങ്കിൽ നമ്മൾ അവിടെ ആ നമ്പർ എഴുതിയില്ല അല്ലേ. അപ്പൊ എന്താണ്? MgO എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഈ മഗ്നീഷ്യം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല വന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതിന്റെയൊക്കെ എഴുതി? സോഡിയം ക്ലോറൈഡിന്റെ എഴുതി, അതുപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡിന്റെ എഴുതി. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ നമ്മൾ ഓണത്തെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ CC+ നിങ്ങൾക്കായിട്ട് ഓണം ഓഫറുമായിട്ട് വരുന്നുണ്ട്. ഒരു വലിയ സർപ്രൈസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം. അപ്പൊ ആ ഒരു ഓഫർ എന്താണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലേ. അങ്ങനെ ആഗ്രഹമുള്ളവര് നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്കറിയാം അല്ലേ, CC+നെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്. അതായത് CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്. അതുപോലെ ലാംഗ്വേജ് ലേണിംഗ് കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുമുള്ള കോഴ്സ് ഉണ്ട്. അതുപോലെ അല്ലേ, നിങ്ങൾ പലരെ സംബന്ധിച്ചും സിവിൽ സർവീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആവുന്ന ഒരു പോസ്റ്റ്, അതിനാണ് എന്തെന്ന് പറയുക? സിവിൽ സർവീസ് എന്ന് പറയുക അല്ലേ. അതിൽ ഡിസ്ട്രിക്ട് കളക്ടർ മാത്രമല്ല കേട്ടോ, പല പോസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പോസ്റ്റാണ് ഏതെന്നുള്ളത്? ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളത്. അപ്പോൾ ആ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓണം ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് CC+ ഓണത്തിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഇത് തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേറെ എക്സാമ്പിളും കൂടെ നോക്കിയാലോ. ഇനി നമ്മൾ കോമൺ ആയിട്ട് അല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ജലം അല്ലേ. ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയും. അപ്പം ഈ വാട്ടറിൻ്റെ H2O ആണെന്ന് അറിയാം അല്ലേ. ഈ H2O എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം H2Oയുടെ കമ്പോണന്റ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഉണ്ട്, ഏതുകൊണ്ട്? ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കിയാലോ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന
ഏതാണ് എപ്പോഴും പറയുന്ന വാട്ടർ. ഈ വാട്ടറിന്റെ എങ്ങനെയാണ് H2O വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലെ. ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇനി ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 8 ആണ്. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഹൈഡ്രജനെ സംബന്ധിച്ച് 1 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് തന്നെ എഴുതുന്നു. ഓക്സിജനെ സംബന്ധിച്ചിട്ടാണെങ്കിലോ ഇവിടെ 2 6 എന്ന് എഴുതി അല്ലെ. 2 6 എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണേയും കൂടെ ആക്സെപ്റ്റ് ചെയ്ത്, ഹൈഡ്രജന്റെ സ്പെഷ്യൽ കേസാണ്, അവിടെ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജന് സ്റ്റേബിൾ ആകാൻ പറ്റും. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജനും ഇവിടെ എന്താണ്? ഒന്നെങ്കിൽ 2 എണ്ണം ആകണം സ്റ്റേബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് വേണം? അവിടെ 2 എണ്ണവും വിട്ടുകൊടുക്കണം അല്ലെ. ആ ഒരു ഇലക്ട്രോണും കൂടെ വിട്ടുകൊടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി എന്ന് പറയുന്നത് 1 എന്ന് വരും. ഓക്സിജനെ സംബന്ധിച്ച് ഓക്സിജൻ എത്രയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണേയും കൂടെ സ്വീകരിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അപ്പൊ ഇവിടെ വാലൻസി എന്ന് പറയുന്നത് എത്ര എന്ന് വന്നു? 2 എന്ന് വന്നു. അപ്പൊ ഇനി നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെ ഫോർമുല വരുന്നതെന്ന്. നമ്മൾ വാലൻസി കണ്ടുപിടിച്ചു. ഹൈഡ്രജന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണെന്നും ഓക്സിജന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ വാലൻസികളെ തമ്മിൽ ക്രോസ് ചെയ്ത് എഴുതൂ അല്ലെ. അപ്പൊ ക്രോസ് ചെയ്ത് എഴുതുക. Hന്റെ മുകളിൽ 2 എന്നും Oയുടെ മുകളിൽ 1 എന്നും എഴുതി ക്രോസ് ചെയ്തപ്പോഴാണ്. ഇനി എന്ത് ചെയ്യണം? ഇത് താഴോട്ട് എഴുതണം അല്ലെ. താഴോട്ട് എഴുതി. അപ്പൊ H2O1 എന്ന് എഴുതി അല്ലെ. ഇതിന് കോമൺ ആയിട്ട് ഒന്നുമില്ല, മറിച്ച് ഇവിടെ എന്തുണ്ട്? O ഉണ്ട്. Oയുടെ അവിടെ 1 ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ 1നെ അങ്ങ് ഒഴിവാക്കും, എന്നിട്ട് ബാക്കി എന്തെന്ന് എഴുതും? H2O എന്ന് വരും. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം H2O എന്നുള്ള വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് ഒരു സംയുക്തത്തിന്റെ പേര് ഈ ഒരു രീതിയിൽ നമ്പറൊക്കെ ഇട്ട് എഴുതുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ത് ചെയ്യുക? നിങ്ങൾ വാലൻസി കണ്ടുപിടിക്കുക. വാലൻസി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ നെയിം എഴുതാനായിട്ട് പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു കോളമാണിത്. ഞാൻ ഈ പറഞ്ഞൊരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി ഇവിടെ കുറച്ച് കോമ്പൗണ്ട് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്, CCl4 ഉണ്ട്, BeF2 ഉണ്ട്. ഇത് 3ഉം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ എത്രയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ ഓഫറിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സർപ്രൈസിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്